അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമൂരിനാ വഅഗ്ദിനാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനികളെ, നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കാര്യങ്ങൾ എളുപ്പത്തിൽ സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു അമല് നിങ്ങളടുത്ത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര വലിയ കാര്യമാണെങ്കിലും നമ്മൾ നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഏത് കാര്യങ്ങളും എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നടക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അനായാസം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അനായാസം പെട്ടെന്ന് ഇത് ഓതിക്കഴിഞ്ഞാലുടൻ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ തന്നെ സാധിച്ച് തരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഒളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. തഖ്വയോടുകൂടി വലിയ ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ പരമേൽപ്പിച്ച് ഇൻഷാ അള്ളാഹ് ഇത് 170 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം ഏത് കാര്യമായിക്കൊള്ളട്ടെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനായാസം എളുപ്പത്തിൽ നമുക്ക് സാധിച്ചു തരുന്നതാണ്. അത് 170 തവണ ആയത്തുൽ കുർസി ഓതിയ ശേഷം കാര്യങ്ങൾ റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ കാര്യമാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സാധിച്ചു തരുന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അമൽ മാത്രമല്ല, ഏത് അമലായിക്കോട്ടെ ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവോട് ദുആ ചെയ്തതിന് ശേഷം ഈ അമൽ ചെയ്യുക. 170 തവണ ആയത്തുൽ കുർസി ഓതിയ ശേഷം അള്ളാഹുവിനോട് ഏത് കാര്യമാണല്ലോ ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നിറവേറി തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമാത്രമല്ല, നിങ്ങൾ ഈ കാര്യം നമുക്ക് കിട്ടിയതിനോടുകൂടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അതിൻ്റെ ഒരു പുണ്യവും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇത് ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. ഈ അമൽ 170 ഇൻഷാ അള്ളാഹ് ഇത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്, അനുഭവമുള്ള കാര്യമാണ്. ഹലാലായ കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിക്കുക, അല്ലാത്ത കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കരുത്. അത് നമുക്ക് തന്നെ തിരിച്ച് വിനയായി വരുന്നതാണ്. ഇത് മുറുകെ പിടിക്കുക, നല്ല നിലയിൽ ഇതിൽ നിന്നും പ്രയോജനങ്ങൾ എടുക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമൽ ചെയ്യുന്നതിലൂടെ ആയത്തുൽ കുർസിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാവിധ തളർച്ചകളും ക്ഷീണങ്ങളും എല്ലാം ഉള്ളിലും പുറത്തുമുള്ള ചെറുതും വലുതുമായ രോഗങ്ങളും എല്ലാ മുസീബത്തുകളും മരണമായ രോഗങ്ങൾ, അതുപോലെ ക്യാൻസർ, ട്യൂമർ പോലുള്ള വലിയ വലിയ രോഗങ്ങൾ, എല്ലാ മുസീബത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ രോഗങ്ങളാണ് എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി ഖൈറായ ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് കാര്യമാണല്ലോ ഇത് വെച്ച് മുന്നിൽ വെച്ച് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ഷിഫയാക്കി തരുന്നതാണ്. ഇതിൻ്റെ പ്രയോജനം എടുക്കുക. നമ്മളിത് നിസ്സാരമായിട്ട് കാണരുത്. ഇതിൻ്റെ പ്രയോജനം എടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും അമൽ ചെയ്ത് നോക്കുക, അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.